ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അടിപൊളി ഒരു വെറൈറ്റി പുഡിംഗ് ആണ് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജലാറ്റിനും പഞ്ചസാരയും തേങ്ങാവെള്ളമാണ്. 3 തേങ്ങയുടെ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ജലാറ്റിൻ നമ്മൾ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തേങ്ങാവെള്ളം നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. അതിനൊരു പാത്രം വെക്കുക. അതിൽ കുറച്ച് തേങ്ങാവെള്ളം ഒഴിച്ച് നമ്മൾ ചൂടാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ജലാറ്റിൻ ഒഴിച്ച് കൊടുക്കുക. ജലാറ്റിൻ നന്നായി ഒന്ന് ഉരുകിയതിന് ശേഷം നമ്മൾ ഈ പുഡിങ് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഫസ്റ്റത്തെ ലെയർ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് ലെയറാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 1.5 പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി പാല് നന്നായി കുറുക്കിയെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള മധുരത്തിന് മിൽക്ക് മേഡാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1/2 ടിന്ന് മിൽക്ക് മേഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിന് പാല് പകുതിയോളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കണം. എന്നിട്ട് ഈ പാല് നന്നായി കുറുകിയതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി മധുരം കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മേഡുമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായി പാല് കുറുക്കിയെടുക്കുക. പാല് നന്നായി കുറുകിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുള്ളത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളിത് ചൂടാറാൻ വേണ്ടി ഒഴിച്ച് വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രീമായിരിക്കും. ഇത് ഫസ്റ്റ് ലെയറും ജെല്ലും പോലെ സെക്കൻഡ് ലെയർ ക്രീമും ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് നമ്മുടെ ജെല്ല് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ജെല്ല് ഈ ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഫസ്റ്റ് കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കുക. അതിൽ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ജെല്ല് ഇട്ട് കൊടുക്കുക. നമ്മളെ ഡെസേർട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.